എന്നോട് ഈയിടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾ തന്നെ ചോദിച്ചു, തനിക്ക് കച്ചവടം അറിയാമോ എന്ന് ചോദിച്ചു. കച്ചവടം അറിയാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് മുറിയിലെ വിളക്ക് നമ്മൾ അണയ്ക്കത്തില്ലേ, അതൊരു കച്ചവടമാണല്ലോ, വൈദ്യുതി ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന. ചിലപ്പോൾ ഓഫീസിലാണെങ്കിൽ നമ്മൾ അതുപോലെ ഇറങ്ങിപ്പോകും, അതവിടെ കിടന്ന് കത്തട്ടെ, മുതലാളിയുടെ അല്ലേ എന്ന് വിചാരിക്കും. ആ വ്യത്യാസമുണ്ട്. ഞാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം, എനിക്കൊരു കച്ചവടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെ കാലം, എൻ്റെ അച്ഛനൊരു റേഷൻ കട ഉണ്ടായിരുന്നു നാട്ടിൽ. മുത്താരംകുന്ന് ഷൂട്ട് ചെയ്ത മേലില എന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. അവിടെ അച്ഛനൊരു റേഷൻ കടയൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് പഠിക്കുന്നത് വരെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടൻറ്റ് ജനറലായിരുന്നു. അച്ഛൻ്റെ ഗോതമ്പിയാക്കിൻ്റെ പുറത്തിരുന്നാണ് ഞാൻ ലോകത്തെ കണ്ടത്. അച്ഛൻ അന്ന് എന്നെ പഠിപ്പിച്ച ആരിത്തമാറ്റിക്സിന് അപ്പുറമൊന്നും ഈ ലോകം വളർന്നിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ നാട്ടിൽ 3 കാര്യങ്ങളിൽ ഞാനായിരുന്നു പ്രതിഭ. ഒന്ന്, പെട്ടെന്ന് റേഷൻ കടയിലേക്ക് വരുന്ന അവരുടെ അരിയുടെ കണക്ക് കൂട്ടിയെടുക്കുന്ന ആരിത്തമാറ്റിക്സിൽ ഞാൻ വിദഗ്ധനായിരുന്നു. വലിയ മണ്ണെണ്ണ ബാരിൽ നിന്ന് ട്യൂബ് വെച്ച് മണ്ണെണ്ണ പിടിക്കുന്നതിൽ ഞാൻ പഞ്ചായത്ത് പ്രതിഭയായിരുന്നു. നിങ്ങളെങ്ങനെ പിടിച്ച് പരിചയമുണ്ടോ എന്ന് അറിയത്തില്ല. ഒരു 1/4 ലിറ്റർ മണ്ണെണ്ണ ഉള്ളിപ്പോവും. എൻ്റെ ആമാശയത്തിൽ ഇപ്പോഴും മണ്ണെണ്ണയുടെ ഒരു ഗന്ധമുണ്ട്. അതുപോലെ അച്ഛനൊരു റേഷൻ കട കൂടെ തന്നെ ഒരു പലരിക്കടയുണ്ടായിരുന്നു. ഞാൻ അവിടെ എടുത്തു കൊടുക്കാൻ നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഹിന്ദു പത്രത്തിനകത്ത് ഏറ്റവും വേഗത്തിൽ കുമ്പിൾ കുത്തുന്ന ഞങ്ങളുടെ പഞ്ചായത്തിലെ ഏറ്റവും സ്പീഡുള്ള പ്രതിഭ ഞാനായിരുന്നു. അപ്പം ഈ കുമ്പിൾ കുത്തിയും മണ്ണെണ്ണ ബാരിൽ നിന്ന് മണ്ണെണ്ണ പിടിച്ചും ഞാൻ വളർന്നതുകൊണ്ട് എൻ്റെ ഉള്ളിലൊരു കച്ചവടക്കാരനുണ്ടെന്ന് ഞാൻ ഈയിടയ്ക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു കച്ചവടത്തിൻ്റെ വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. അടുത്ത കൊല്ലം ഒരുപക്ഷെ നിങ്ങൾ 2000 കോടി ക്ലബിലേക്ക് കയറി ഇവിടെ ഒരു യോഗം നടത്തുമ്പോൾ ഈ താജിൻ്റെ അപ്പുറത്ത് വരാന്തയുണ്ടെങ്കിൽ അവിടെ ഞാനും ഒരു യോഗം നടത്തും. ഞാൻ തീരുമാനിച്ചിരിക്കുക. സിദ്ദിഖിയോടൊക്കെ ഒന്ന് പക വീട്ടണ്ടേ എനിക്ക്. എന്തായാലും എല്ലാവിധമായ ഐശ്വര്യങ്ങളും നിങ്ങൾക്കുണ്ടാകട്ടെ. ഒരുപക്ഷെ ഈ ഒരു സ്ഥാപനത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. വേറെ രീതിയിൽ പറഞ്ഞാൽ ഞാനിവിടുത്തെ ഒരു നിലയവിദ്വാനാണ്. ഇവർ ഏതെങ്കിലും ഫംഗ്ഷൻ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നായരെ വിളിക്കാത്ത ഒരു ഫംഗ്ഷനും ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ നോട്ടീസിലൂടെ കൂട്ടി വെച്ചിരിക്കുക. കാര്യം ഇവർക്ക് അവസാനം ഒരു ബില്ല് കൊടുക്കാൻ വേണ്ടിയാണ്. എത്ര പരിപാടിക്ക് എന്നെ വിളിച്ചു എന്നറിയണ്ടേ. അപ്പോൾ ഒരു നിലയവിദ്വാൻ പോലെ പ്രവർത്തിക്കുന്ന ഒരാളും എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ആളുകളുമൊക്കെ ഒരുപാടുള്ള ഈ സ്ഥാപനത്തിന് ഇനി ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതിനുവേണ്ടിയുള്ള മാർഗങ്ങളിൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ധാർമ്മികമായ പിന്തുണയെങ്കിലും നൽകാൻ കഴിയും.